നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS സീസൺ ഓപ്പണറിൽ ഇന്റർ മയാമി പൊട്ടി തകർന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് LAFC അവരെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു. മത്സരത്തിൽ ഡേവിഡ് മാർട്ടിനസും ബോങ്കയും ഓർഡാസുമാണ് LAFCയുടെ ഗോളുകൾ നേടിയത്. ലയണൽ മെസ്സി 90 മിനിറ്റും കളിക്കളത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ഇന്റർ മയാമിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ കളിയിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലയണൽ മെസ്സി, സെഗോവിയ, സിൽവെറ്റി, ബെർട്രേം എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് ഹ്യൂമിൻ സണ്ണിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് LAFC കളിക്കാൻ ഇറങ്ങിയത്. വലിയ ജനക്കൂട്ടം ഈ കളി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കണക്ക് കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് പറയുന്നുണ്ട്. അതായത് ചരിത്രത്തിൽ ഒരു ഓപ്പണർ മത്സരത്തിന് എത്തിയിട്ടുള്ള ഏറ്റവും വലിയ ജനാവലിയാണ്. 75,673 പേര് ഈ കളി കാണാൻ എത്തിയിരുന്നു എന്നാണ് ഒഫീഷ്യൽ കണക്ക്. ആ കളിയിലാണ് ഇങ്ങനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പൊട്ടി തകർന്നിരിക്കുന്നത്. ആദ്യ പകുതി മോശമായിട്ട് കളിച്ചു, രണ്ടാം പകുതി സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. പക്ഷെ അതൊന്നും LAFC ടീമിനെ ബുദ്ധിമുട്ടിലാക്കാൻ പോന്നതായിരുന്നില്ല. മയാമി അർഹിച്ച തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കളിയുടെ 38ാമത്തെ മിനിറ്റിലാണ് മാർട്ടിനസ് LAFCക്ക് വേണ്ടി ലീഡ് കൊടുക്കുന്നത്. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. 73ാമത്തെ മിനിറ്റിൽ ബോങ്കയും പിന്നെ മത്സരം അവസാനിക്കുന്ന തൊട്ടു മുമ്പായിട്ട് ഓർഡാസും ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ ജയം സ്വന്തമാക്കുകയായിരുന്നു LAFC. ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കോച്ച് ഹവിർ മഷ്രാനോയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുണ്ട് എന്ന് തെളിയിച്ച ഒരു മത്സരമാണ് കടന്നുപോയിരിക്കുന്നത്. അടുത്ത മത്സരമാകുമ്പോഴേക്കും കാര്യങ്ങൾ ബെറ്റർ ആകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.